സതീശനുമൊപ്പം പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെയുമെല്ലാം ഈ തൊട്ടടുത്ത് തന്നെ ഈ സമരവേദിയുടെ മുന്നിൽ തന്നെ വെക്കുന്നതിനാൽ ഒരു ബലം പ്രയോഗത്തിലൂടെ മാറ്റാനായിട്ട് ഡൽഹി പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോൾ നേതാക്കൾ തിരിക്കാനുള്ള കസേര എന്തോ ഒരു മനസ്സിലാക്കുന്നു. ഖാർഗെ ഉൾപ്പെടെ അവിടെ ഇപ്പോഴും നിലത്തിരിക്കുകയാണ്. ഖാർഗെക്ക് ഉൾപ്പെടെ ഇരിക്കാനുള്ള കസേരയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് കടത്തിവിടേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ ലോക്കൽ ലാൻഡ് മാർഗിന്റെ റോഡ്, അതായത് വഴി പൂർണ്ണമായി പോലീസ് ആലംബിക്കുകയാണ്. കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ആരെയും പുറത്തൊന്നും കടത്തി വരില്ല. ചില പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരാണിപ്പോൾ മുദ്രാവാക്യം വിളിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാഹനം ഉൾപ്പെടെ ഈ പരിസരത്തുണ്ട്. പക്ഷേ രാഹുൽ മടങ്ങി പോകാനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരും തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയിട്ടില്ല. പ്രധാനമന്ത്രി ഇപ്പോഴും അകത്തുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. DCP ഉൾപ്പെടെ എത്തുന്നുണ്ട്. ചില ആളുകളെ ഈ പുറത്തുനിന്ന് ചില ആളുകൾ മുദ്രാവാക്യം വിളിച്ച് വരുന്നുണ്ട്. അവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇതിൽ നിന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നിലത്തിരിക്കുകയാണ്. ഇത്രയും സമയം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, വി.ഡി. സതീശൻ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. കെ.സി. വേണുഗോപാലുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രവർത്തകരെ കൈവിച്ച് കാണിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തുടരാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് എംപിമാർ ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം അടുത്ത മണിക്കൂറുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് അത് നിർണായകമായിരിക്കും. കാരണം പോലീസിന്റെ ഭാഗത്തോട് ഇതുവരെ ഒരു ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല. ബലം പ്രയോഗിച്ച ആരെയും തന്നെ ഈ വേദിയിൽ നിന്ന് ആരെയും തന്നെ നീക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ പോലീസിന്റെ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കൂടുതൽ കാര്യങ്ങൾ. കാരണം കൂടുതൽ നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട്, കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധി പ്ലാൻ ചെയ്ത ഒരു പ്രതിഷേധമാണ്, ഒരു സമരമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ പ്രതിഷേധം എത്തിക്കുന്നത് എത്ര മണിക്ക് ഇത് നടക്കുമെന്നതിനെ കുറിച്ച് വിവരങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വനിതകൾ ഉൾപ്പെടെ ഇവിടേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. നേരത്തെ തന്നെ കൂടുതൽ പ്രവർത്തകരെ ഈ അറിഞ്ഞിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വനിതകൾ ഉൾപ്പെടെ ഇവിടേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായി എത്തുന്നുണ്ട്. നേരത്തെ തന്നെ കൂടുതൽ പ്രവർത്തകരെ ഈ പരിസരത്ത് വെച്ച്, അതായത് ലോക്കൽ ലാൻഡ് മാർഗിന്റെ ഈ റോഡിന്റെ വിവിധ ഇടങ്ങളിൽ വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്കൂറിലധികമാകുന്ന ഈ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ആരംഭിച്ചിട്ട് ഉടൻ തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ച 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി വന്ന് ചർച്ചകൾ നടത്താനായിട്ട് ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ആ ചർച്ച രാഹുൽ ഗാന്ധി അത് കേട്ടില്ല, അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആരെങ്കിലും ഈ ചർച്ച നടത്താനായിട്ട് വരുമോ ഇല്ലയോ എന്നാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എംപിമാർ ഉൾപ്പെടെ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യെസ്, പ്രതിഷേധം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ലാൽകുമാർ കൂടി ചേരുന്നുണ്ട്. ലാല, നേരത്തെ അവിടെ നിലത്ത് ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു എംപിമാരെല്ലാവരും. ഇപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ സമരം ആ രീതിയിൽ തുടരാൻ തന്നെയാണോ തീരുമാനം? കാരണം നമുക്കറിയാം അതീവ സുരക്ഷാ മേഖലയാണ്, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. അപ്പോൾ ആ രീതിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടക്കം, ദേശീയ നേതാക്കളടക്കം അങ്ങനെ സമരം തുടർന്നാൽ അത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ബലം പ്രയോഗിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം പോലീസിന് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. യെസ്, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വേദിയാകുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. 2-2.5 മണിക്കൂറിലേക്ക് പ്രതിഷേധം കടക്കുമ്പോൾ അതേ നിലപാടിൽ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം.